അപ്പം വെൽക്കം ബാക്ക്. നമുക്ക് രാവിലെ തന്നെ നമ്മുടെ ഒരു ചെക്കൻ്റെ അക്കൗണ്ടിൽ നമ്മുടെ 100 കോയിൻ കൊടുത്തിട്ടാണ് അവൻ എനിക്ക് അയച്ചു തന്നാണ്. അവനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ട്രിക്കിൽ കഴിച്ച്. അവനെ കിട്ടിയത് നമ്മുടെ കൊടികുളിയാണ്. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു ട്രിക്കാണ്. നിങ്ങൾ ഫ്രീ ട്രൈ ചെയ്താൽ മതി, കാരണം ഓൾറെഡി എൻ്റെ അക്കൗണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലർക്കും കുറേ പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മെസ്സേജ് അയച്ചായിരുന്നു, കാരണം അവർക്ക് സെക്കൻഡ് ട്രൈയിൽ, അതായത് ഫ്രീ ട്രൈ കൊടുത്തിട്ട് 100 രൂപ ഇട്ടതിന് ശേഷമാണ് അവന് ഓരോ പ്ലേയേഴ്സിനെ കിട്ടിയത്. കുറേ പേർക്ക് റാഫിനെയാണ് കിട്ടിയത്. അപ്പോൾ ഗൈസ് ഇതൊരു കൊനാമിയുടെ ഒരു ട്വിസ്റ്റ് ആണോ എന്താണെന്ന് അറിയില്ല, എന്നാലും നമുക്ക് ചെക്കന് കിട്ടിയത് നമ്മുടെ കൊടികുളിനെയാണ്. അപ്പൊ ഞാനിത് ട്രിക്കിലേക്ക് കിടക്കണം. അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ ഒരു ഹൈനസിന് ട്രെയിനിങ് പറ്റിയ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഞാൻ ഈ വീഡിയോന്റെ അറ്റത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഗൈസ് ഇത് ചെയ്തു നോക്കുക, ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ആരും ഉറപ്പായിട്ടും ഗൈസ് 200 കോയിനിന് മേളിൽ ചെയ്യേണ്ട, കാരണം ഞാൻ വേറൊന്നും കൊണ്ടല്ല പറയുന്നത്. നിങ്ങൾക്ക് കിട്ടില്ല എന്നല്ല, 100 200 അത് മതി, കാരണം വേറൊന്നുമില്ല. ആ ഒരു ട്രിക്കിൽ ഉറപ്പായിട്ടും കിട്ടും. പിന്നെ എന്താ വെച്ചാൽ ഞാൻ നമ്മുടെ സെക്കൻഡറി കിട്ടിയതുകൊണ്ടാണ് ഞാൻ എന്റെ അക്കൗണ്ടിൽ ഫ്രീ ട്രൈ ചെയ്തത്. അപ്പം അപ്പൊ അവന്റെ ഒരു അക്കൗണ്ടിലാണ്, അത് അവന്റെ കയ്യിലാണ്. അപ്പം ഓൾറെഡി നമ്മുടെ ഗെയിം പ്ലാനിൽ കിട്ടുകയാണ്, ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷോർട്സും കാര്യമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗൈസ് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യണം, കാരണം വേറെ ഒന്നുമില്ല. നമ്മൾ നൈറ്റ് 8 മണിയാകുമ്പോഴായിരിക്കും നമ്മുടെ നൈറ്റ് ലൈവ് ഉണ്ടാവുക, രാത്രി ലൈവ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഇനിയിപ്പോൾ ശനിയും ഞായറും രാവിലെ ചിലപ്പോൾ ഒരു 11 മണി തൊട്ട് 12 മണി വരെ രാവിലെ ലൈവ് വെച്ചാലുണ്ട്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക, അത് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു അനുസരിച്ച്. പിന്നെ ഉറപ്പായിട്ടും ലാസ്റ്റ് നമ്മുടെ വരാൻ പോകുന്ന ഒരു പാക്കിന്റെ നമുക്ക് ഡാറ്റാബേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഉറപ്പായിട്ടും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടു നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കേസ് നമുക്ക് എന്തായാലും കൊനാമി ജപ്പാനീസിന് കുറെ പ്ലേയേഴ്സിനെ കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേസ്. ഓക്കെ, അപ്പോൾ മച്ചാമാർ എന്തായാലും വളരെ സന്തോഷം, അവന്റെ ഈ ട്രിക്കിൽ അവനെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. നമ്മളപ്പോൾ ഫ്രീ ട്രൈ ആണ് എടുക്കുന്നത്, നമ്മൾ റാഫിനെയാണ് എടുക്കുന്നു ഗൈസ്. ഗെയിം പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മാനേജർ ബാർസേനെ ഇടുന്നതായിരിക്കും നല്ലത് ഗൈസ്. അപ്പം ഇനിയും ട്രിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഷോർട്ട് ടൈമിൽ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 100% കിട്ടുന്ന ഒരു ട്രിക്കാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ റാഫിനെയാണ് എടുത്തു. അതിനുശേഷം നമ്മുടെ 2 സെക്കൻഡ് ഓരോ ടൈമും വെക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അതിനുശേഷം നമ്മുടെ ഫ്രെഡി കൊടഗ്ലൂ എന്ന് പറഞ്ഞ ചെക്കനെയാണ് നമ്മുടെ ചെക്കനെ കിട്ടിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ തൊട്ടടിയിലേക്ക് പോകുമ്പോൾ റായൻ റവേലോസൻ എന്ന് പറഞ്ഞിട്ടൊരു DMO 77 പ്ലെയർ കാണുന്നുണ്ട്. അതിനൊന്നും എടുക്കട്ടോ, ചിലപ്പോൾ നിങ്ങളുടെ പല സ്ഥലത്തായിരിക്കും കിടക്കുന്നത്. ഞാൻ 2 പ്രാവശ്യം ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം അതിനുശേഷം ഞാൻ 2 സെക്കൻഡ് ഓരോ ഇത് എടുക്കുമ്പോഴും വെക്കുക കേട്ടോ. അത് പ്രൊബോളിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും ഗൈസ്. അപ്പം ചിലപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ട്രൈയിലായിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ട്രൈയിലായിരിക്കും. അപ്പം ഞാനിതാ ഫ്രെഡറിക്കിനെ എടുത്തിട്ടുണ്ട്, കാരണം അത് ഓരോ അക്കൗണ്ടിന്റെ പ്രമാണിച്ചാണ്. കാരണം വേറെ ഒന്നല്ല, ഇപ്പം നമ്മുടെ ഫ്രണ്ടിന്റെ അക്കൗണ്ട് അവന് കിട്ടിയത് ഇതേ ട്രിക്ക് കൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ്. കുറെ പേർക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ കൊനാമിയുടെ ഒരു ഇതാണ്, എന്താ പറയുക ഗൈസ്. അപ്പം ഞാൻ കുറച്ചു നേരം വെക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളും ഉറപ്പായിട്ടും. പിന്നെ അതുപോലെ തന്നെ ഗൈസ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ എന്താ വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പണ്ട് നമ്മുടെ പെസിനെ പോലെ ഗൈസ്. അപ്പോൾ ഞാൻ അർണോൾഡിന് എടുത്തിട്ടുണ്ട്, 26 വയസ്സുള്ള അർണോൾഡാണ്. പിന്നെ കുറേ പേർക്ക് ഇന്നലെ തന്നെ നമ്മുടെ ഷോർട്ട് ടൈമിൽ 2 ഏകദേശം പാക്കുകളും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഷോർട്ട് ടൈം. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തൊട്ടടിയിലേക്ക് വന്നു, പിന്നെ മേളിലേക്ക് പോവാണ് ഗൈസ്. അപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ സാധാ ഒരു CF പ്ലെയർ ഉണ്ട്, ആർട്ടവ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ. നിങ്ങൾ ഇതേപോലെ ചെയ്യണം. ഞാനിത് എന്തിനെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും ബേസ് വേറൊന്നുമല്ല, അത് ആ പാക്ക് അതിന്റെ അടിയിലേക്ക് ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുന്നതാണ് ഗൈസ്. നിങ്ങൾ ആരും ഫ്രീ ട്രൈ മതി, ആരും 900 ഒന്നും അടിക്കല്ലേ, വേറെ ഒന്നും കൊണ്ടല്ല. 900 അടിച്ചാൽ ചിലപ്പോൾ കിട്ടും, പക്ഷേ 100 200 അടിച്ചാൽ മതി ഗൈസ്. ഓക്കെ, അതിനുശേഷം ഞാനിത് AMF എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ തൊട്ടടിയിലേക്ക് വീണ്ടും വരികയാണ്. ഓക്കെ, നമ്മുടെ ലോറൻസോ എന്ന് പറഞ്ഞ 31 ഏജുള്ള ഒരു പ്ലെയറിനെ എടുക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ലോറൻസോനെ എടുത്തു. ജസ്റ്റ് അവനെ എടുത്ത് ടാപ്പ് ചെയ്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നിങ്ങൾ ഇതേപോലെ ചെയ്യുക. RB ആണ് നമ്മുടെ 79 ഏകദേശം റേറ്റുള്ള പ്ലെയറാണ്. കാരണം ഓൾറെഡി ഗൈസ് നിങ്ങൾക്ക് അറിയാം, ഞാനത് തൊട്ട് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റെക്കോർഡിംഗ് ആണ് വീഡിയോ ഗൈസ്. അപ്പോൾ ഫ്രീ ട്രൈ ആണ്, എന്തായാലും നിങ്ങൾ ചെയ്തോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഷോർട്ട് ടൈം അടിക്കുന്നതാണ്. ഇനി 6 ദിവസം ഉണ്ട് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റാഫിനെയാണ് ഞാൻ എടുക്കുന്നു. ജസ്റ്റ് ഹോൾ പ്ലെയർ ആണ്, എല്ലാം മെല്ലെ ചെയ്യാം കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മൾ ഗൈസ് നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണണം, എന്നിട്ട് ചെയ്യണം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ അങ്ങനെ പറയുന്നത്. സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, പിന്നെ കിട്ടില്ല. അതാണ് ഒരു മച്ചാമാരെ ഒരു പ്രശ്നം ഗൈസ്. അപ്പോൾ നമ്മൾ ഫ്രീ ട്രൈ അടിക്കാൻ പോകണം, എൻ്റെ അക്കൗണ്ടിലാട്ടോ ഇത് ഗൈസ്. അപ്പോൾ നോക്കി നോക്കാം നമുക്ക്. എപ്പിക്കാണോ അല്ല ഗൈസ്. അപ്പോൾ കൊനാമി എന്നെ എൻ്റെ അക്കൗണ്ടിൽ തേച്ചിട്ടുണ്ട്. എനിക്ക് ഇതേപോലെ എപ്പോഴും ഇതേപോലെയാണ് കിട്ടാറ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രോ ഷോർട്സിൽ എനിക്ക് ആന്റോണിയോ സനാബ്രിയ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ കിട്ടി. നമ്മുടെ ഷോർട്സിൽ ഒരു മച്ചൻ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവന് ഇതേപോലെ കത്തിയിട്ട് ഉള്ളിൽ നമ്മുടെ എപ്പിക്കായിരുന്നു. അപ്പൊ പലർക്കും പല ടൈപ്പ് ആയിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഇന്നലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബ് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് നമ്മുടെ
വിലി ഹോയിനസിനെ ഇതാക്കാന്ന്. അപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും അവൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ 104 റേറ്റഡ് ആക്കാൻ പറ്റും കേട്ടോ. ഏകദേശം നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഓവറോൾ റേറ്റിംഗ് 98ആണ്. ഞാനിത് എല്ലാവർക്കും വേണ്ടിയിട്ടാണോ ഗൈസ് പറയുന്നത്. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്നൈഡറിന്റെ ഡേവിഡ് വില്ലിയന്റെ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ഇറക്കുന്നുണ്ട്. അത് കുറച്ച് ഇൻട്രോയും കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ടാട്ടോ കുറച്ച് വെയിറ്റിംഗ് ആയത്. പിന്നെ നമ്മുടെ പ്രോ മലയാളി പറഞ്ഞ പോലെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു കഴിഞ്ഞ ദിവസം എങ്ങനെ ലിങ്ക് ചെയ്യേണ്ടതെന്ന്. മച്ചാ അത് ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് ടൈം വേണം ഗൈസ്. എന്താ പറയുക, പുതിയതായിട്ട് എനിക്കൊരു അക്കൗണ്ടും കൂടെ തുടങ്ങണം. അപ്പൊ അത് ചെയ്താലേ നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാട്ടോ കുറച്ച് ടൈം വേണം. പിന്നെ ഗൈസ് അപ്പൊ ഇതുപോലെയാണ്. ആകെ ഞാൻ ടൈപ്പ് പൊസിഷൻ മാത്രമേ എന്താ പറയുക ഒരൊറ്റ ഒരെണ്ണം ബാക്കി വെച്ച് 86 ഇട്ടിട്ട് ബാക്കിയെല്ലാം അടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ മച്ചാനെ. ഇത് ചെയ്തതിന് ശേഷം 98 ആക്കണം ഓവറോൾ റേറ്റിംഗ്. അതിന് ശേഷം നമ്മുടെ സാബിന്റെ ഇതാണെങ്കിൽ 104 AMF ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഹൈനസിന് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി വരാൻ പോണ പാക്കുകളെ പറ്റി പറയാം. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ വൈകുന്നേരത്തോടെ നമ്മുടെ എന്താ പറയുക ഡാറ്റാബേസിൽ വന്ന കുറെ പ്ലേയേഴ്സ് ആണ്. കാരണം ഇത് ഓൾറെഡി നമ്മുടെ 24 ഹബ്ബിൽ വന്നിരിക്കുന്ന ഈ ഫുട്ബോൾ ഹബ്ബിൽ വന്നിരിക്കുന്ന ഡാറ്റാബേസ് ആട്ടോ. ഉറപ്പായിട്ടും ഇതൊരു ഫേക്ക് അല്ല. കാരണം നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസമൊക്കെ കുറെ ഇങ്ങനെയുള്ള നടന്നെങ്കിലും ഇത് ഉറപ്പായിട്ടും റിയൽ ആയ കാര്യമാണ്. ഇനിയും എന്താ പറയുക പ്ലേയേഴ്സ് ഉണ്ട്. ഞാൻ ഇത്ര എനിക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഗൈസ്. അപ്പോൾ ഒന്ന് നമുക്ക് ഉറപ്പിക്കാം, ബെയില്, നമ്മുടെ സെർജിയോ ബസ്കറ്റ്സ്, പുയോള്, പിന്നെ നമ്മുടെ ഷെവൻകോ ഗൈസ് ഇതൊന്ന് മാറിപ്പോയതാണ്. നമ്മുടെ ആൻഡ്രി ഷെവൻകോന്റെ 2 കാർഡുകളാണ്. ഇത് ജസ്റ്റ് മാറിപ്പോയാണ്. ഇക്കർ കസിലിയാസ്, ജോഡി ആൽബ, പിന്നെ ആൻഡി കോൾ, കഫു, റോബർട്ടോ ബാഗിയോ, ഇത്രയും പ്ലേയേഴ്സിനെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു മച്ചാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചാൽ കസിലിയാസിന്റെ പാക്ക് വരുന്നില്ല. അപ്പം ഗൈസ് എന്തായാലും ബെയിലിന്റെ ഒരു കാർഡ് വരികയാണെങ്കിൽ നമ്മുടെ പണ്ടത്തെ റിയൽ മാഡ്രിഡിന്റെ മറ്റേ ബൈസൈക്കിൾ കിക്കൊക്കെ അടിക്കില്ല, മറ്റേ എന്താ പറയുക, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും മിക്കവാറും. ആ ഒരു ടൈപ്പ് സാധനം വരുന്നതെന്ന് കേട്ടെ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ് RWFന്റെ. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉറപ്പായിട്ട് നമുക്ക് എപ്പിക് മൺഡേ പാക്കിലൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യാം. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ ആദ്യമായി കാണുകയാണ് ഉറപ്പായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പൊ മച്ചന്മാർ നമ്മൾ നൈറ്റ് ആയിരിക്കും ലൈവ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഉറപ്പായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ 11 മണി ആ ഒരു സമയത്ത് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മച്ചന്മാർ ഉറപ്പായിട്ട് ഇത് കിട്ടുന്ന ഒരു ട്രിക്കാണ്. നിങ്ങൾ എല്ലാവരും ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക, അതുപോലെ തന്നെ റോഡ് ടു നമ്മൾ 10K ആക്കണം. അപ്പോൾ മാക്സിമം എല്ലാവരും സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.